തനിയെ വന്ന് കയറിയ ഒരു ചെറുതേനീച്ച കോളനിയെ ഒരു മരത്തിൻ്റെ പെട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു ഉരല് ടൈല് വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അതിൻ്റെ ഉള്ളിലാണ് ഈ കൂടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് കൂട് തന്നെയാണിത്. നല്ല രീതിയിൽ പൂമ്പൊടിയും തേനും മുട്ടയും ഈ കൂട്ടിലുണ്ട്. ഒരു കൂട് തുറന്ന ഉടനെ തന്നെ റാണിയെ നമ്മൾ നോക്കണം. പുതിയ കൂട്ടിലേക്ക് നമുക്ക് പുതിയ മുട്ടയും പഴയ മുട്ടയും അതുപോലെ കുറച്ച് പൂമ്പൊടിയും എടുത്ത് മാറ്റി വയ്ക്കാം. റാണിയെ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. റാണി ചിലപ്പോൾ ഈ മുട്ടയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അതിനുശേഷം ഇതിലുള്ള തേൻ മൊത്തം നമുക്ക് എടുക്കാം. പക്ഷേ ഈ തേൻ രുചിച്ച് നോക്കിയപ്പോൾ നല്ല മധുരത്തിന് പകരം ചെറിയൊരു പുളിപ്പാണ് അനുഭവപ്പെട്ടത്. ഇതിന് പ്രധാന കാരണം ഈ കൂട് ഒരു കല്ലിനുള്ളിൽ ആയതാണ്. കല്ലായതുകൊണ്ട് രാത്രിയിൽ നല്ല തണുപ്പും പകൽ സമയത്ത് ചൂടും കൂടിനുള്ളിൽ അനുഭവപ്പെടും. ഈ താപനില വ്യത്യാസം കാരണം കൂടിനുള്ളിലെ സ്വാഭാവികമായി ജലാംശമുണ്ടാവുകയും അത് തേനിൽ കലർന്ന് ഫെർമെൻറ്റേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഔഷധ ഗുണമുള്ള ഈ തേൻ ഒട്ടും മോശമായതല്ല, പക്ഷേ രുചിയിൽ ഈ മാറ്റമുണ്ടാകുമെന്ന് മാത്രം. തനിയെ വന്ന് കയറിയ ഒരു ചെറുതേനീച്ച കോളനിയെ ഒരു മരത്തിൻ്റെ പെട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഒരു ഉരല് ടൈല് വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. അതിൻ്റെ ഉള്ളിലാണ് ഈ കൂടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് കൂട് തന്നെയാണിത്. നല്ല രീതിയിൽ പൂമ്പൊടിയും തേനും മുട്ടയും ഈ കൂട്ടിലുണ്ട്. ഒരു കൂട് തുറന്ന ഉടനെ തന്നെ റാണിയെ നമ്മൾ നോക്കണം. പുതിയ കൂട്ടിലേക്ക് നമുക്ക് പുതിയ മുട്ടയും പഴയ മുട്ടയും അതുപോലെ കുറച്ച് പൂമ്പൊടിയും എടുത്ത് മാറ്റി വയ്ക്കാം. റാണിയെ നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല. റാണി ചിലപ്പോൾ ഈ മുട്ടയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അതിനുശേഷം ഇതിലുള്ള തേൻ മൊത്തം നമുക്ക് എടുക്കാം. പക്ഷേ ഈ തേൻ രുചിച്ച് നോക്കിയപ്പോൾ നല്ല മധുരത്തിന് പകരം ചെറിയൊരു പുളിപ്പാണ് അനുഭവപ്പെട്ടത്. ഇതിന് പ്രധാന കാരണം ഈ കൂട് ഒരു കല്ലിനുള്ളിൽ ആയതാണ്. കല്ലായതുകൊണ്ട് രാത്രിയിൽ നല്ല തണുപ്പും പകൽ സമയത്ത് ചൂടും കൂടിനുള്ളിൽ അനുഭവപ്പെടും. ഈ താപനില വ്യത്യാസം കാരണം കൂടിനുള്ളിലെ സ്വാഭാവികമായി ജലാംശമുണ്ടാവുകയും അത് തേനിൽ കലർന്ന് ഫെർമെൻറ്റേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഔഷധ ഗുണമുള്ള ഈ തേൻ ഒട്ടും മോശമായതല്ല, പക്ഷേ രുചിയിൽ ഈ മാറ്റമുണ്ടാകുമെന്ന് മാത്രം.